ഹായ്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ 1-2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ, പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരാൾ, ക്രോശിക്കപ്പെടുന്നതെന്ന് തന്നെ പറയാം, നമ്മുടെ മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബ് ചാനലിലെ കല്യാണി, അതായത് ജീവലക്ഷ്മി എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. അപ്പോൾ അവരെ പറ്റിയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരുടെ ആ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ആ കഴിവ് കിട്ടണമെന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഒരു ദിവസം അത് ഫുൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റില്ല. അവർക്കതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, അവരത് നന്നായി ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള അവർക്കൊരു പ്രതിഫലം കിട്ടുന്നുമുണ്ട്. ഇപ്പം എല്ലാവരും ജോലിക്ക് പോയി തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. അപ്പം അവരവരുടേതായ രീതിയിൽ അവർ നല്ലൊരു വരുമാനം ഏൺ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്, അവരിപ്പോൾ കാറ് വാങ്ങിച്ചു, പിന്നെ അവർ ഡിപ്പെൻഡൻ്റ് അല്ല, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അവരൊരു ഹൗസ് വൈഫ് എന്ന നിലയിലും. പിന്നെ ഇപ്പോൾ അവരെ വിമർശിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഓരോ ദിവസവും പിന്നെ കല്യാണി പറയുന്ന കേട്ടു അപ്പുക്കുട്ടനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് പറയുന്നവരുണ്ടെന്ന്. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യുക, കല്യാണിയുടെ ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെയൊന്നും കൂടുതൽ ഇതിലോട്ട് കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ നമുക്ക് അവരെ വീട്ടിൽ ഇരിക്കുന്നവരെ കൂടുതൽ നെഗറ്റീവ് കേൾപ്പിക്കേണ്ടി വരില്ല, നമ്മൾ സ്വയമായിട്ട് കേട്ടാൽ മതി. അപ്പോൾ ഇനിയെങ്കിലും കല്യാണിക്ക് ഇത് തിരുത്താൻ പറ്റില്ല, എന്നാലും അവർക്ക് ഏണും കിട്ടുന്ന ഒരു വലിയൊരു മാർഗ്ഗമാണ് ഈ പ്രൊമോഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇനി കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓരോ ദിവസം ഓരോരുത്തരുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കൊണ്ടുവരാതെ ഓരോ മാസം ഗ്യാപ്പിട്ട് കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ഈ ഇൻഫ്ലുവൻസർമാരോട് ഒരു കാര്യം പറയണ്ടേ, നിങ്ങൾ എന്ത് കാണിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആളുകളുണ്ട്. കുറേ ആളുകളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 10-30 വയസ്സിന് മുകളിലോട്ടുള്ളവരെ ആ കാറ്റഗറിയിൽ പെടുത്തണ്ട, അതിന് താഴെ ഉള്ളവർ, നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നു, നിങ്ങൾ ഏത് തരം ഫുഡ് കഴിക്കുന്നു, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു, നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ മേക്കപ്പ്, ഇതൊക്കെ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഒന്നും ചീറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും കൂടി ഗുണമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൂടി നിങ്ങൾ ചെയ്യുക എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. പിന്നെ എനിക്കിങ്ങനെയൊന്നും സംസാരിക്കാനൊന്നും വലുതായിട്ട് അറിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. വിമർശിക്കാതിരിക്കുക. Thank you.